വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മക്കളെ എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഏത് ചാപ്റ്ററിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ മാംഗ്രോൺസ് റൗണ്ട് ഇയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഒരു അടിപൊളി ചാപ്റ്ററാണ്, നല്ല രസമുള്ള ചാപ്റ്ററാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താ? ഫുഡ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഫുഡ് കഴിക്കുക. എല്ലാവരും ഫുഡീസ് ആണോ? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ചിലർക്ക് വെജിറ്റബിൾസ് ആയിരിക്കും, ചിലർക്ക് നോൺ വെജ് ആയിരിക്കും, ചിലർക്ക് ഫ്രൂട്ട്സ് കഴിക്കാനായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അല്ലേടാ. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പരീക്ഷിക്കുന്നവരാണ് നമ്മൾ അല്ലേ. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൽ തന്നെ ബർഗറും പിസ്സയും ഒക്കെ ഇഷ്ടമുള്ളവർ. എന്നാൽ ഫ്രൂട്ട്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ പൈനാപ്പിൾ, മാംഗോ, വെറൈറ്റി ഒരുപാട് എന്തുണ്ട് ഫുഡ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പല സമയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കേട് വന്ന് പോവും, സ്പോയിലായിട്ട് പോകുന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ സ്പോയിൽ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഗിവൻ ബിലോ സം ഫുഡ് ഐറ്റംസ് ആൻഡ് സം സിമ്പിൾ മെത്തേഡ്സ് വിച്ച് ഈസ് കുഡ് ബി ദ കെപ്റ്റ് ഫ്രഷ് ഓഫ് 1 to 2 days. മാച്ച് ദ കറക്റ്റ് പെയേഴ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഏതൊക്കെയാണ് ഏതിൻ്റെയൊക്കെ? മിൽക്കിൽ ഏതാണ് വരിക? റാപ്പിന് ഡാം ക്ലോത്ത് ആണോ? വോളറ്റ് ആണോ? കെപ്റ്റ് ഇൻ എ ഡ്രൈ ഓപ്പൺ സ്പേസ് ആണോ? പുട്ട് എ ബൗൾ ഓൺ കീപ് ദ ബൗൾ ഇൻ എ കണ്ടെയ്നർ വിത്ത് സം വാട്ടർ ആണോ? അങ്ങനെ ഓരോന്നിനെയും നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ എങ്ങനെയാണെന്ന്. ഫസ്റ്റ് തന്നെ നമുക്ക് മിൽക്ക് എടുക്കാം. നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും കുടിക്കാൻ പറയുന്ന സാധനമാണ് മിൽക്ക് അല്ലേ. അപ്പം മിൽക്ക് എങ്ങനെയാണ് മക്കളെ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യാറുള്ളത്? നിങ്ങൾ ജസ്റ്റ് കിച്ചണിൽ പോയി നോക്കുക. അമ്മ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ മിൽക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ബോയിൽ ചെയ്യും അല്ലേ. ബോയിൽ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ടീ ആയിട്ടോ കോഫി ആയിട്ടൊക്കെ തരാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്ത് ചെയ്യും? അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ആദ്യം അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ ഒക്കെ എക്സ്ട്രാ അതിരിക്കും അല്ലേ. 1-2 ദിവസം മാക്സിമം ഇരിക്കും. അപ്പോൾ ബോയിൽ ഇട്ടാണ് അതിന് ഏകദേശം കറക്റ്റ് ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ മിൽക്കിൻ്റെ കാര്യം സെറ്റായി. ഇനി അടുത്തത് നോക്കുക, കുക്ക്ഡ് റൈസ് അല്ലേ. കുക്ക്ഡ് റൈസ് നമ്മൾ എങ്ങനെയാണ് മക്കളെ സേവ് ചെയ്യുക? നമ്മൾ ചോറൊക്കെ രാവിലെ തന്നെ വെച്ചു. അമ്മ രാവിലെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കേട് വരരുതല്ലോ. വൈകുന്നേരം നിങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ആ ചോറ് സെറ്റ് ആവണം. അപ്പോൾ അതിന് അമ്മ എന്ത് ചെയ്യും? അല്ലെങ്കിൽ രാവിലെ നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കഴിക്കുമല്ലോ ചില സമയത്തല്ലേ. രാവിലെ അമ്മ കഞ്ഞിയാക്കി തരും അതല്ലേ. അപ്പോൾ അമ്മ എന്താ അത് ചെയ്യാറുള്ളത്? പുട്ട് ഇൻ എ ബൗൾ ആൻഡ് കീപ് ദ ബൗൾ ഇൻ എ കണ്ടെയ്നർ വിത്ത് സം വാട്ടർ അല്ലേ. കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യാണ്? വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് റൈസ് സേവ് ചെയ്യുന്നത്. എന്നാൽ നെക്സ്റ്റ് നോക്കിക്കോ, ഗ്രീൻ കൊറിയാൻഡർ, മല്ലിയില എന്നൊക്കെ പറയും. മല്ലിയില എങ്ങനെയാണ് മക്കളെ നമ്മൾ സേവ് ചെയ്യാറുള്ളത്? മല്ലിയില പെട്ടെന്ന് നശിച്ചു വന്ന സാധനം അല്ലേ. നമ്മൾ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ വാടാൻ തുടങ്ങും. അപ്പോൾ അത് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റാപ്പ് ഇൻ എ ഡാം ക്ലോത്ത്. ഒരു ക്ലോത്തിൽ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കൂടി ഇരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാവുന്ന കേസാണ്. അടുത്തത് ഒനിയനാണേ. നമ്മുടെ ഉള്ളി എങ്ങനെയാണ് മക്കളെ നമ്മൾ സേവ് ചെയ്യുക? ഉള്ളി ഇങ്ങനെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെജോറിറ്റി നമ്മൾ ചെയ്യാനുള്ളൊരു പരിപാടി ഓപ്പൺ സ്പേസിൽ ഓപ്പൺ ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ് അല്ലേ. കീപ്പ് ഇറ്റ് ഇൻ ഡ്രൈ ഓപ്പൺ സ്പേസ്. ഡ്രൈ ആയിട്ടുള്ളതും മോയ്സ്ചർ കണ്ടതൊന്നും പറ്റില്ല, അപ്പോൾ പെട്ടെന്ന് നശിച്ചുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പോഴും ഉള്ളി അമ്മമാരിങ്ങനെ ഒരു ട്രേയിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തിനാ ചോദിച്ചാൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ടേബിൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ മിൽക്ക് ബോയിൽ ഇട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കുക്ക്ഡ് റൈസ് ആണെന്നുണ്ടെങ്കിൽ പുട്ട് ഇറ്റ് ഇൻ എ ബൗൾ ആൻഡ് കീപ് ദ ബൗൾ കണ്ടെയ്നർ വിത്ത് സം വാട്ടർ ചെയ്യാം. ഗ്രീൻ കൊറിയാൻഡർ ആണെങ്കിൽ നമുക്ക് റാപ്പ് ഇൻ എ ഡാം ക്ലോത്ത് ചെയ്യാം. ആൻഡ് ഓണിയൻ ഗാർലിക് ആണെന്നുണ്ടെങ്കിൽ കീപ് ഇറ്റ് ഇൻ ദ ഡ്രൈ ഓപ്പൺ പ്ലേസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫുഡ് ഐറ്റംസ് നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ചെയ്യുന്ന കേസുമാണ്. എന്നാൽ പലപ്പോഴും ഈ ആക്ടിവിറ്റി കാണുമ്പോൾ ഒരു ഡൗട്ട് വരും, ഇതാണോ അതാണെന്നല്ലേ. അപ്പോൾ ആ ബുദ്ധിമുട്ട് മാറിയില്ലേ? ഈ ആക്ടിവിറ്റി സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്തില്ലേ? ഇതുപോലെ കുറേ സാധനങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമൊന്നുമല്ല, അപ്പോൾ കുറേ എണ്ണം ഇനിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി ചാപ്റ്ററിൽ ഇനിയും കുറേ എക്സാമ്പിൾസുമായിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാൻ വേണ്ടി വരാം. ഇന്നിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് എങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, 1-2 ദിവസത്തേക്ക് ഫ്രഷ് ആക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഫുഡ് ഐറ്റംസ് എങ്ങനെ സേവ് ചെയ്യാന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഷുറായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഡി? അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. സീ വീഡിയോസ്. ബൈ.